ഇപ്പൊ എന്താ ഒരു ആവശ്യം പറയാം, അത് ഞാൻ നടത്തി തരാൻ പറ്റുമെന്ന് പറയാം. അത് മാത്രം അവരെ കൊണ്ട് നടത്തി തരാൻ പറ്റില്ല. മുഖ്യമന്ത്രി വിചാരിച്ചാലും അത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് നടക്കുന്നതല്ല. നമുക്ക് ആ സിനിമയുടെ ഒരു മൂഡിലേക്ക് നമ്മൾ കുറച്ചെങ്കിലും ചുരുളി സിനിമയുടെ സെറ്റിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് മകനെ എന്ന് പറയില്ല. ഇല്ലല്ലോ, അവർ പെട്ടെന്ന് പറയുന്നത് എന്തോ ചേർത്തിട്ടും മോനെ എന്ന് വിളിക്കും. ഭീഷണി വരെ മുഴക്കി. ആണാ ഞാൻ നാളെ ഷർഫിനെ കൊണ്ടുവരും അല്ലേ? ശരി, നാളെ എന്നാ ശരി, നാളെ വരാം. ഓ എന്നെ കൊണ്ടുവരുന്ന പറയുമ്പോഴേ സാധനം വരും. അതൊക്കെ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പുതിയ ആള് വന്നു, അയാളെ കൂടി അഡ്ജസ്റ്റ്, അയാളെ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട്. അവരാണ് പ്രശ്നം. അവന്മാരെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ലാന്നുള്ളതാണ്. നീ ശരിക്കിടക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഇടക്ക് ഹിറ്റൊക്കെ ചേരാ. ഏതാടാ? അതായത് ഒരു കാര്യം തന്നെ ഒരു 7 രീതിയിൽ അഭിനയിച്ച് കാണിക്കുക, പല ഇമോഷൻസിൽ. 2 ഡയറക്ടർ ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. നമ്മളൊക്കെ ഒരെണ്ണം വെച്ച് സൈഡിലിരിക്കുകയാണ്, അങ്ങനെ ജീവൻ ഇച്ചിരി ഓവറാവും. ലയൻസ് ചോദിച്ചു ഞാൻ എന്താണ് അടുത്ത സിനിമ. ഞാൻ പറഞ്ഞു ഈ സിനിമ ഒന്നുകൂടെ നന്നായി എടുക്കണം എന്നുണ്ട്. കോപ്പടിച്ച് ചെയ്യുള്ളൂ. ജയചേട്ടൻ ഒക്കെ വരും. ഉറുശേച്ചി ഓ പെണ്ണുങ്ങളിൽ നടിച്ച പെട്ടെന്ന് അറിയില്ല. എന്നാ ചെയ്യാം, എന്നാ ധ്യാന വീഡിയോ കോൾ ചെയ്യാം. എടുത്തില്ലെന്നല്ല, ആ സമയം എനിക്ക് എന്തോ ഉറക്കത്തിൽ എന്തോ ഒരു ഇടുത്തി വീഴുന്ന പോലെ എന്തോ ഒരു സംഭവം, ആരും എന്നെ പറ്റി എന്തോ സംസാരിക്കുന്നത്, എന്റെ ജീവിതം നശിച്ചു കാണാറുണ്ടോ, കണ്ടുമുട്ടാറുണ്ട്. പിന്നെ ഞാൻ റീലുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ വന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും. അതെ, ഒറിജിനൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരും. അത് മറ്റേ ഷൂട്ട് കഴിഞ്ഞ ഇതിലൊന്നും ഇല്ലേ? ഇതിലുമെന്നില്ലേ? അതെ.